ചക്കിൽ എണ്ണയാട്ടുന്ന ജോലിയായിരുന്നു അവന്. ഒരിക്കൽ ഒരു പണ്ഡിതൻ കളിയാക്കാനായി ചോദിച്ചു, തുഞ്ചന്റെ ചക്കിൽ എത്രയാടും? അടിയന്റെ ചക്കിൽ 4ഉം 6ഉം ആടും. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും താൻ പഠിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം മറുപടിയിൽ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ജീവിച്ച ഈ മഹാകവി മലയാള ഭാഷയിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെ സൃഷ്ടിച്ചു. അന്നോളം തമിഴും സംസ്കൃതവും കൂടിക്കലർന്ന ഭാഷയായിരുന്നു മലയാളത്തിൽ. സ്വന്തമായ ഒരു ശൈലി എഴുത്തച്ഛൻ രൂപപ്പെടുത്തി. കേരള ചരിത്രത്തിലെ ഏറ്റവും ദുരിതം നിറഞ്ഞ ഒരു കാലത്താണ് എഴുത്തച്ഛൻ ജീവിച്ചത്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധങ്ങൾ, പോർച്ചുഗീസുകാരുടെ ദ്രോഹങ്ങൾ, കൂടാതെ ഈശ്വര ചിന്തയില്ലാത്ത ജനങ്ങൾ. ഈ സമയത്ത് ജനങ്ങളെ ഈശ്വരനിലേക്ക് നയിക്കുക എന്ന ദൗത്യം എഴുത്തച്ഛൻ ഏറ്റെടുത്തു. തന്റെ കൃതികളിലൂടെയാണ് അദ്ദേഹം ആ കടമ നിർവഹിച്ചത്. മഹാഭാരതവും രാമായണവും കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ രചിച്ചു. അധ്യാത്മരാമായണം സംസ്കൃത കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് എഴുത്തച്ഛൻ ചെയ്തതെങ്കിലും എഴുതി കഴിഞ്ഞപ്പോൾ അത് സംസ്കൃത കൃതിയേക്കാൾ നന്നായി. ഉത്തരരാമായണം, ഭാഗവത കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ബ്രഹ്മാണ്ഡ പുരാണം, ദേവി മഹാത്മ്യം, 24 വൃത്തം എന്നീ കൃതികളും എഴുത്തച്ഛൻ്റെതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും എഴുത്തച്ഛൻ തന്നെയാണ്.